Good morning, student. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ടെസ്റ്റ് ദ കൺവർജൻസ് ഓഫ് ദ ഫോളോയിങ് സീരീസ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മ k into 1 to infinity k plus 4 factorial by 4 factorial k factorial 4 raised to k. Second question, sigma k equal to 2 to infinity 4k minus 5 by 2k plus 1 4 raised to k. ഫെബ്രുവരി 2017 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം sigma k equal to 1 to infinity k plus 4 factorial by 4 factorial k factorial 4 raised to k. ഇവിടെ നമ്മൾ ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫോർമുല? റോ കാണാനുള്ള ഫോർമുല uk plus 1 by uk ആണ്. അപ്പോൾ ഇവിടെ uk എന്ന് പറയുന്നത് എന്താണ്? 4 factorial by 4 factorial k factorial 4 raised to k. ഇനി uk plus 1 ആയിരിക്കും. uk plus 1 എന്ന് പറഞ്ഞാൽ k plus 5 factorial. 4 എന്നുള്ളത് 5 ആവും. divided by 4 factorial k plus 1 factorial 4 raised to k plus. uk plus 1 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് റോ കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് k tends to infinity uk plus 1 എന്ന് പറഞ്ഞാൽ k plus 5 factorial divided by 4 factorial k plus 1 factorial 4 raised to k plus 1 divided by uk എന്താണ്? k plus 4 factorial divided by 4 factorial k factorial 4 raised to k. ഇങ്ങനെയുണ്ട്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this is equal to limit k tends to infinity k plus 5 factorial എങ്ങനെ എഴുതാം? k plus 4 into k plus 5 into k plus 4 എന്ന് എഴുതാം. divided by 4 factorial ഈ k plus 1 factorial എങ്ങനെ എഴുതാം? k plus 1 into k factorial എന്ന് എഴുതാം. 4 raised to k plus 1 എങ്ങനെ എഴുതാം? 4 raised to k into 4 എന്ന് എഴുതാം. into ഈ താഴെയുള്ള മുകളിലോട്ട് പോകുമ്പോൾ 4 factorial k factorial 4 raised to k divided by താഴെ എന്താണ്? k plus 4 factorial. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് സ്റ്റേജ് കിട്ടുന്നത്. ഇവിടെ ന്യൂമറേറ്ററിലുള്ള k plus 5 factorial ഞാൻ എന്ത് എഴുതി? k plus 5 into k plus 4 factorial. എന്റെ കാരണം എന്താണ്? 4 factorial can be written as 4 into 3 factorial എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പൊ ന്യൂമറേറ്ററിൽ നമ്മൾ k plus 5 factorial k plus 5 into k plus 4 factorial by 4 factorial k plus 1 factorial k plus 1 into k factorial 4 raised to k plus 1 4 raised to k into 4. പിന്നെ ഇവിടെ താഴെയുള്ള ന്യൂമറേറ്ററിൽ പോകും 4 factorial k factorial 4 raised to k by k plus 4 factorial. ഇനി നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ 4 factorial 4 factorial ക്യാൻസൽ ചെയ്തു. k factorial ക്യാൻസൽ ചെയ്തു. 4 raised to k 4 raised to k ക്യാൻസൽ ചെയ്തു. k plus 4 factorial ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് എന്താണ് ഉള്ളത്? റോ is equal to ലിമിറ്റ് k tends to infinity ന്യൂമറേറ്ററിൽ പിന്നെ അവശേഷിക്കുന്നത് k plus 5 എന്നാണ്. ന്യൂമറേറ്ററിൽ k plus 5 എന്ന് മാത്രമേ അവശേഷിക്കുള്ളൂ. ഇനി ഡിനോമിനേറ്ററിൽ നോക്കാം. ഇവിടെ ഈ ടേം പോയി എല്ലാം പോയി. ഡിനോമിനേറ്ററിൽ k plus 1 എന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു 4 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് k tends to infinity ഇവിടുന്ന് k പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 5 by k എന്ന് വരും. ഡിനോമിനേറ്ററിൽ k പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 1 by k എന്ന് വരും into 4. ഈ k ക്യാൻസൽ ചെയ്തു. ഇനി k ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 നമുക്ക് 1/4 കിട്ടും. ഈ 1/4 എന്നുള്ളത് ലെസ് ദാൻ 1 ആണ്. അപ്പൊ റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ ഗിവൺ സീരീസ് എന്താണ്? ഗിവൺ സീരീസ് കൺവേർജൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിഗ്മ k into 1 to infinity k plus 4 factorial by 4 factorial k factorial 4 raised to k എന്താണ്? കൺവെർജ് ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സീരീസ് കൺവെർജ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ത് ചെയ്തു? uk തന്നിരിക്കുന്ന uk കണ്ടുപിടിച്ചു. uk plus 1 കണ്ടുപിടിച്ചു. uk plus 1 uk കൊണ്ട് ഹരിച്ചു. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1/4 കിട്ടിയത്. ആ 1/4 ലെസ് ദാൻ 1 ആണ്. therefore റോ ലെസ് ദാൻ 1 ആണ്. സീരീസ് കൺവെർജ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിഗ്മ k equal to 2 to infinity 4k minus 5 divided by 2k plus 1
ഹോൾ റൈസ് ടു കെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഹോൾ റൈസ് ടു കെ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് ഏതാണ്? റൂട്ട് ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. റൂട്ട് ടെസ്റ്റ്. റൂട്ട് ടെസ്റ്റ് പറയുന്നത് എങ്ങനെയാണ്? റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റൈസ് ടു 1/k. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 4k - 5 divided by 2k plus 1 whole raised to k whole raised to 1/k. അപ്പൊ ഈ k ഇങ്ങനെ കട്ടായി പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 4k - 5 divided by 2k plus 1. This is equal to limit k tends to infinity. ഈ ന്യൂമറേറ്ററിൽ നിന്ന് 4k - 5 എന്നാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. താഴെ കിടക്കുന്നത് 2k plus 1 ആണ്. അതിൽ നിന്ന് k നമ്മൾ പുറത്തേക്ക് എടുത്തു. k പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 - 5/k എന്ന് വരും. ഡിനോമിനേറ്ററിൽ നിന്ന് k പുറത്തെടുത്തു. അപ്പൊ നമുക്ക് എന്ത് വരും? 2 + 1/k എന്ന് വരും. ന്യൂമറേറ്ററിൽ k പുറത്തെടുത്തപ്പോ 4k, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 - 5/k എന്ന് വരും. ഡിനോമിനേറ്ററിൽ k പുറത്തെടുത്തു 2 + 1/k എന്ന് വരും. ഈ kയും ക്യാൻസൽ ചെയ്തു. kക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 ആണ്. ഈ 2ന്റെ വാല്യൂ എന്താണ്? 2ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് റോ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ ഗിവൺ സീരീസ് ഈസ് ഡൈവർജസ്. ഗിവൺ സീരീസ് അതാണ് സിഗ്മ k = 2 to infinity 4k - 5/2k plus 1 whole raised to k എന്നുള്ള സീരീസ് ഡൈവേർജ് ചെയ്യുന്നതാണ് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ടെസ്റ്റ് അതാണ്, റൂട്ട് ടെസ്റ്റ് ആണ്. റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്ന കാരണം എന്താണ്? ഹോൾ റൈസ് ടു കെ വരുമ്പോഴാണ് നമ്മൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക. ഇവിടെ ഹോൾ റൈസ് ടു കെ ആയതുകൊണ്ട് റോ കാൽക്കുലേഷന്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റൈസ് ടു 1/k. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റോ കണ്ടുപിടിച്ചു. റോയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 2 ആണ്. 2 എന്നുള്ള വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ റോ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ ഗിവൺ സീരീസ് ഡൈവർജ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ 2 പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് ഫെബ്രുവരി 2017 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.